എല്ലാവർക്കും നമസ്കാരം. അഗ്മ യൂട്യൂബ് ക്ലാസ്സസ് സീരീസിന്റെ അഗ്രോണമി സെക്ഷനിലെ 4ാമത്തെ ലെക്ചറാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഡിഫറെന്റ് ക്രോപ്പിംഗ് ആൻഡ് ഫാമിംഗ് സിസ്റ്റംസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഇതിനകത്ത് നമുക്കൊരു ചില ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നോക്കുന്ന പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി എന്താണ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇൻട്രൊഡക്ഷൻ. നമുക്ക് അതിന്റെ തിയറി അധികം ആവശ്യമില്ല, നമുക്ക് അതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയുന്ന പോലെ ഇത് വേർഡ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സസ്റ്റെയിൻ. ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, മീൻസ് derived from sustain, that is sus from below and tenor means to hold. As you all know, sustainability means it's a judicious use of the different resources for the agriculture without exploiting it and keeping it for the future generation. That is, we are judiciously using the resources. പിന്നെ നോക്കുന്നത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ ഡെഫിനേഷൻ ആണ്. നമുക്കറിയാം, വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ റിസോഴ്സ് സ്പേസ് ഫോർ ദി ഫ്യൂച്ചർ ജനറേഷൻ. അതായത് ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ജുഡീഷ്യസ് യൂസ് ഓഫ് ദി റിസോഴ്സസ്. ഇതൊരു എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ്. നമുക്കിത് അസർഷൻ റീസൺ ടൈപ്പിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പോർഷനാണ്. അതായത് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, കൊമേഴ്ഷ്യൽ ഫാമിംഗ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ എങ്ങനെ ലെവൽസ് എങ്ങനെയാണെന്ന് ചോദിക്കും. ഇപ്പൊ സബ്സിസ്റ്റൻസ് ആണെങ്കിൽ അത് നമ്മുടെ ഫാമിലി നീഡ്സിന് വേണ്ടി, ഇപ്പൊ വീട്ടിൽ നമ്മൾ പച്ചക്കറി വളർത്തുമല്ലോ, അത് അങ്ങനത്തെ ചെയ്യുന്ന പറയുന്നത് സബ്സിസ്റ്റൻസ് ടൈപ്പ് ഫാമിംഗ്. അതായത് ഫാമിലി നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് ലോ ലെവൽ ഇൻപുട്സ് ആയി ഉപയോഗിക്കുന്നത്. അതായത് ഇൻപുട്ട് ലോ ആയിരിക്കും, ഔട്ട്പുട്ട് ലോ ആയിരിക്കും. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഏരിയ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. അതായത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ വേണ്ടിയുള്ള ഫാമിംഗ് ആണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഹൈ ഇൻകം ആണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് നമ്മൾ കെമിക്കൽ, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്ന വഴി ഇൻപുട്ട് ഹൈ ആയിരിക്കും, അതുവഴി ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അടുത്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ എക്കോളജിക്കൽ ബാലൻസ്, അതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് കുറവേ കൊടുക്കുന്നതാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അത് നമ്മൾ നോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് സസ്റ്റൈനബിൾ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലോ ആയിരിക്കും. നമ്മൾ ഫാമിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫാമിലി ഡിമാൻഡ് അതോടെ സൈഡിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. പിന്നെ അടുത്ത നമ്മുടെ മെയിൻ ടോപ്പിക് നടക്കുകയാണെങ്കിൽ ക്രോപ്പിംഗ് സിസ്റ്റം, ഫാമിംഗ് സിസ്റ്റം, ആ പോർഷനാണ്. അപ്പം ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്ക് ക്രോപ്പിംഗ് സിസ്റ്റം ഫാമിംഗ് സിസ്റ്റം മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഒരു കമ്പോണന്റ് ഉൾപ്പെടുത്തും. ലൈഫ് സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ ഫിഷറീസ് ആവാം, പൗൾട്രി ആവാം, ഇതാവാം. അതായത് ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഒരു സബ് യൂണിറ്റ് ആണ്. ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് ക്രോപ്പ്, അതായത് ലൈഫ് സ്റ്റോക്ക്, പൗൾട്രി അങ്ങനത്തെ കമ്പോണൻസ് ഒന്നുമില്ല. അതായത് സോയില്, ക്രോപ്പ്, വീഡ്, പാത്തജൻ, അതിന്റെ ഒരു ടോട്ടൽ യൂണിറ്റിനെയാണ് നമ്മൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ലൈഫ് സ്റ്റോക്ക് കമ്പോണൻസ് വരും. അപ്പം അതായത് ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഒരു സബ് കമ്പോണന്റ് ആണ്. അത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നേരത്തെ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് എന്റർപ്രൈസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് ലൈഫ് സ്റ്റോക്ക്, പൗൾട്രി, ഫിഷറി, ഫോറസ്ട്രി, മഷ്റൂം കൾച്ചർ, അങ്ങനെ ഒരുപാട് ഏരിയാസ് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫാം സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഫാമിംഗ് സിസ്റ്റം ഇസ് എ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലാൻഡ് യൂസ് യൂണിറ്റ് കംപ്രൈസിംഗ് ദ ഫാം ഹൗസ് ഹോൾഡ് ക്രോപ്പിംഗ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് സിസ്റ്റം. അതായത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലാൻഡ് യൂസ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫാമിംഗ് സിസ്റ്റം ആണ്. പിന്നെ അതിന്റെ പല ടൈപ്സ് ആണ് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതായത് ലാൻഡ് റൊട്ടേഷൻ ഓർ ജൂമിങ്. ഇപ്പൊ ലാൻഡ് റൊട്ടേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ വേറെ പേരാണ്. അതായത് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ലാൻഡ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് കൾട്ടിവേഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ സ്ലാഷ് ആൻഡ് ബേൺ ചെയ്യും. അതായത് വെട്ടി കത്തിച്ചിട്ട് ആ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ മെയിൻ പോരായ്മയാണ്. അതുപോലെ തന്നെ സെയിം ക്രോപ്പ് ആണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതേ വഴി സോയിൽ പ്രൊഡക്ടിവിറ്റി ലോസ് ആവാൻ വഴിയുണ്ട്. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഒരു സ്ഥലത്ത് സ്ലാഷ് ആൻഡ് ബേൺ അവിടെ കൃഷി ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്ത് വിട്ടു. അതാണ് ലാൻഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ലാൻഡ് ഈസ് റൊട്ടേറ്റഡ് ഹിയർ. ഇത് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഡീഫോറസ്റ്റേഷൻ, അത് തന്നെ സോയിൽ ഇറോഷനും ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിൽ വേറെ പേരാണ് ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഇത് മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് പാർട്ടിലാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് ഇവിടെയൊക്കെ ആയിരിക്കും മെയിൻ കൾട്ടിവേഷൻ. നോർത്ത് ഈസ്റ്റേണിലാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ജൂം കൾട്ടിവേഷൻ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ ക്രോപ്പ് ഫിക്സ് ആയിരിക്കും, പക്ഷെ ക്രോപ്പ് നമ്മൾ ഫിക്സ് ആയിരിക്കും. സെയിം ക്രോപ്പ് ആണ് പല സ്ഥലങ്ങളിൽ, പല ഫോറസ്റ്റ് ലാൻഡ് റീഫോറസ്റ്റ് ചെയ്ത് അവിടെയാണ് ലാൻഡ് ഈസ് റൊട്ടേറ്റഡ് ബട്ട് ക്രോപ്പ് ഈസ് ഫിക്സഡ്. അതുകൊണ്ടാണ് ലാൻഡ് റൊട്ടേഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് പറയുന്നത് ലെയർ ഫാം. ഇതിന് മെയിൻ കമ്പൗണ്ട് എന്ന് പറയുന്നത് ഗ്രാസസ് ആൻഡ് ലെഗ്യൂംസിന്റെ ഒരു റൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലേസ് ആർ ടെമ്പററി ഷോർട്ട് ടേം 2 to 5 years സ്പെഷ്യലി ഗ്രോൺ പാസ്റ്റേഴ്സ് കംപ്രൈസിങ് ഗ്രാസ് ആൻഡ് ലെഗ്യൂംസ്. അപ്പൊ ഗ്രാസ് ആൻഡ് ലെഗ്യൂമിന്റെ റൊട്ടേഷൻ ഏതാണെന്ന് വെച്ചാൽ ലെയർ ഫാമിംഗ് ആണ്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഗ്രാസും അതിന്റെ സ്റ്റബിൾസും ഒക്കെ നമുക്ക് ലൈഫ് സ്റ്റോക്കിന് ഫോർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ലെഗ്യൂംസ് എന്ന് പറയുന്നത് സോയിൽ ഫെർട്ടിലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ലെഗ്യൂംസ്. അപ്പോൾ നമുക്കത് സോയിൽ ഫെർട്ടിലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അത് മിക്സർ ഓഫ് ക്രോപ്പിംഗ് നടത്തുന്നത്. ഗ്രാസ് ലെഗ്യൂം മിക്സർ അതുകൊണ്ടാണ്. പിന്നെ അടുത്തതാണ് മിക്സഡ് ഫാമിംഗ് ഓർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. മിക്സഡ് ഫാം പേര് പോലെ തന്നെ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത് അതിൽ ലൈഫ് സ്റ്റോക്ക് കമ്പോണന്റ് കാണും, ക്രോപ്പ് കാണും, പൗൾട്രി, ഫിഷറീസ് എല്ലാം കാണും. അതായത് ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ ഒരു കമ്പോണന്റ് ആണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയപ്പെടുന്നത്. ഇതിന് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മിക്സഡ് ഫാമിംഗ് സബ്സിസ്റ്റൻസ് ആണ്. അതാണ് മെയിൻ പോയിന്റ്. അതായത് ഇക്കോളജിക്കൽ ബാലൻസിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതായത് പ്രോഫിറ്റിനല്ല, ഇക്കോളജിക്കൽ ബാലൻസിനാണ് ഇവിടെ മെയിൻ പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ ക്രോപ്പിംഗ് സിസ്റ്റം നേരത്തെ പറഞ്ഞത് ക്രോപ്പിംഗ് സിസ്റ്റം ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഫാമിംഗ് സിസ്റ്റം. അടുത്ത രണ്ട് ടേംസ് ആണ് സോൾ ക്രോപ്പിംഗ് ഓർ സോൾ ഫാമിംഗ്, അതുപോലെ തന്നെ മോണോ കൾച്ചർ. ഇത് തമ്മിൽ ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾ ക്രോപ്പിംഗ് ഓർ സോൾ പ്ലാന്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഡെഫിനിഷൻ അതോടെ ചോദിക്കും. അതായത് വൺ ക്രോപ്പ് വെറൈറ്റി, ഒരു സിംഗിൾ ക്രോപ്പ് വെറൈറ്റി ഇൻ പ്യുവർ സ്റ്റാൻഡ്. അതായത് ആ ക്രോപ്പ് ഒരു സിംഗിൾ ക്രോപ്പ് മാത്രമേ കാണത്തുള്ളൂ, സെയിം വെറൈറ്റി തന്നെ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസിൽ സെയിം ക്രോപ്പ് വെറൈറ്റി. ഇപ്പൊ നമ്മളിപ്പോ ഉമയാണെങ്കിൽ ആ ഫീൽഡിൽ ഉമ റൈസ് വെറൈറ്റി മാത്രമേ കാണത്തുള്ളൂ. അതാണ് സോൾ ക്രോപ്പിംഗ് ഓർ സോൾ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മോണോകൾച്ചർ എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ് ഗ്രോയിങ് ആണ്. അതായത് ഇപ്പം ഫസ്റ്റ് ഇപ്പൊ റൈസ് ആണെങ്കിൽ ഫസ്റ്റ് സീസണിൽ റൈസ് ഇട്ടു, സെക്കൻഡ് സീസണിൽ റൈസ് ഇട്ടു, തേർഡ് സീസണിൽ റൈസ് ഇട്ടു. അതാണ് റെപ്പറ്റേറ്റീവ് ഗ്രോയിങ് ഓഫ് സെയിം ക്രോപ്പ് ഓൺ ദി സെയിം ലാൻഡ്. അതാണ് മോണോകൾച്ചർ എന്ന് പറയുന്നത്. മോണോകൾച്ചറിന്റെ വേറെ പേരാണ് സിംഗിൾ ക്രോപ്പിംഗ് ഓർ മോണോക്രോപ്പ്. പേര് പോലും മോണോക്രോപ്പിംഗ്, ഒരു സിംഗിൾ ക്രോപ്പ് റൈസ് മൂന്ന് സീസണിൽ റൈസ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. സെയിം ലാൻഡിൽ ഇയർ ആഫ്റ്റർ ഇയർ ഓരോ എല്ലാ വർഷവും ഈ സെയിം ക്രോപ്പ് ആണ്, അത് സെയിം ലാൻഡ് റെപ്പിറ്റ് ചെയ്യുന്നു. അതാണ് മോണോകൾച്ചർ സോൾ ക്രോപ്പിംഗുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ക്രോപ്പിംഗ് ഇൻറ്റൻസിറ്റി. അതായത് നമ്പർ ഓഫ് ക്രോപ്സ് ഗ്രോൺ ഇൻ എ പീസ് ഓഫ് ലാൻഡ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കിട്ടുന്നത്. അതിന്റെ വേറെ പേരാണ് ക്രോപ്പിംഗ് ഇൻഡെക്സ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ലാൻഡിൽ നമ്മളിപ്പോ 3 ക്രോപ്പ് ഒരു വർഷം നടത്തും. റൈസ്, ലെഗ്യൂംസ്, പിന്നെ വെജിറ്റബിൾസ് ആണെന്ന് വെച്ചാൽ അപ്പൊ 3 ക്രോപ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം 3 × 100 അത് 300. അതാണ് ക്രോപ്പിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടുത്തെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്പിംഗ് സിസ്റ്റംസ്. അതായത് മോണോക്രോപ്പിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് മോണോക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോപ്പിംഗ് ഉണ്ട്. നമ്മൾ മോണോക്രോപ്പ് സിംഗിൾ ക്രോപ്പ് അല്ലേ, അപ്പൊ 1 × 100 അതായത് 100%. അതാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഡിഫറെന്റ് ക്രോപ്സ് ആണ് നമ്മൾ ഇയർ ആഫ്റ്റർ ഇയർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റൻസിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് ഇൻ ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷൻസ്. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് അതോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ക്രോപ്പിംഗ് ഇൻ വിച്ച് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ അത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണ്. പിന്നെ അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്റർ ക്രോപ്പിംഗ്, 2 മിക്സഡ് ക്രോപ്പിംഗ്, 3 എന്ന് പറയുന്നത് സീക്വൻസ് ക്രോപ്പിംഗ് ഓർ നോൺ ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. അടുത്ത റിലേ ക്രോപ്പിംഗ് ഓർ ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. അടുത്ത ഡബിൾ, ട്രിപ്പിൾ ഓർ ക്വാർട്ടപ്പിൾ ക്രോപ്പിംഗ്, റെഡ് ടോൺ ക്രോപ്പിംഗ്, മൾട്ടി സ്റ്റോറിഡ് ഓർ മൾട്ടി ടയർ ക്രോപ്പിംഗ്, പെയർ ഓർ റുട്ടേറ ക്രോപ്പിംഗ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഇന്റർ ക്രോപ്പിംഗ് നമ്മൾ പറയുമ്പോൾ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്ട് റോ അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റോ അറേഞ്ച്മെന്റ്, ഡിഫറെന്റ് സ്പേസിംഗ് ആണ്. സ്പേസിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടും പ്ലാന്റ് ടു പ്ലാന്റ് ആണ്, റോ ടു റോ സ്പേസിംഗ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഇന്റർ ക്രോപ്പിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് 2 or more ക്രോപ്സ് കാണും സൈമിൾട്ടേനിയസ്ലി ഓൺ ദ സെയിം പീസ് ഓഫ് ലാൻഡ്. ഒരു പീസ് ഓഫ് ലാൻഡിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്.
പിന്നെന്ന് പറയുന്നത് ഇത് ഇന്റർക്രോപ്പിംഗും ടൈം ആൻഡ് സ്പേസ് ഡയമെൻഷനിലുള്ള ക്രോപ്പ് ഇന്റൻസിഫിക്കേഷൻ ആണ്. അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പാരലൽ ക്രോപ്പിംഗ്, കമ്പൈനിങ് ക്രോപ്പിംഗ്. ഇപ്പൊ ഇന്റർക്രോപ്പിംഗ് രണ്ട് ഇതുണ്ട്, പാരലൽ ക്രോപ്പിംഗ്, കമ്പൈനിങ് ക്രോപ്പിംഗ്. പാരലൽ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ അവിടെ ഇല്ല, അതായത് രണ്ടും ഡിഫറെന്റ് ഹാബിറ്റാറ്റിലുള്ള ക്രോപ്സ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കാണില്ല. ഇപ്പൊ എക്സാമ്പിൾ ബ്ലാക്ക് ഗ്രാം ഗ്രീൻ ഗ്രാം പ്ലസ് മെയ്സ് അങ്ങനെ സിസ്റ്റം ആണെങ്കിൽ പറയുന്നത് തന്നെ ബ്ലാക്ക് ഗ്രാമിന്റെയും ഗ്രീൻ ഗ്രാമിന്റെയും ന്യൂട്രിയൻ ഡിമാൻഡിന്റെ പീരീഡ് എന്ന് പറയുന്നത് പീക്ക് ന്യൂട്രിയൻ ഡിമാൻഡ് പീരീഡ് 30-35 ഡേയ്സ് ആണ്. പക്ഷേ മെയ്സിന്റെ എന്ന് പറഞ്ഞാൽ അത് 50 ഡേയ്സ് ആണ്, അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ ചാൻസ് വരുന്നില്ല. അടുത്ത കമ്പാനിയൻ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ രണ്ട് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ മസ്റ്റാർഡ് ഷുഗർ കെയിൻ എടുക്കുകയാണെങ്കിൽ മസ്റ്റാർഡ് ഷുഗർ കെയിൻ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലാന്റ് ചെയ്യുവാണെങ്കിലും ഇതിപ്പം ഇന്റർക്രോപ്പിംഗ് രണ്ട് ഒരുമിച്ച് പ്ലാന്റ് ചെയ്യുവാണെങ്കിലും ഉണ്ടാകുന്ന ഈൽഡ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് ഇന്റർക്രോപ്പ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്റ്റോർഡ് പ്ലാന്റിംഗ്. അതായത് ഈൽഡ് റിഡക്ഷനും ഇല്ല, ഒന്നുമില്ല. അപ്പം രണ്ടിന്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. അടുത്ത മിക്സഡ് ക്രോപ്പിംഗ്. ഇതിലെ മെയിൻ ഡിഫറൻസ് ഇന്റർക്രോപ്പിംഗ് എന്ന് പറഞ്ഞ മെയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ് റോ അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ മിക്സഡ് ക്രോപ്പിംഗ് ഡിസ്റ്റിങ് റോ അറേഞ്ച്മെന്റ് ഇല്ല, അതായത് പ്ലാന്റ് ടു പ്ലാന്റ് സ്പേസിങ്ങോ റോ ടു റോ സ്പേസിങ്ങോ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, വിത്തൗട്ട് ഡെഫിനറ്റ് റോ പാറ്റേൺ ആണ്. ഇതിന്റെ സോയിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് മെയിൻ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കറിയുന്നത് മൾട്ടി സ്റ്റോറി മൾട്ടി ടൈഡ് ക്രോപ്പിംഗ് സിസ്റ്റം അത് വരുന്നുണ്ട്. സിനർജറ്റിക് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മളിപ്പം ഇന്റർക്രോപ്പിംഗ് നടുവാണെങ്കിൽ ബോത്ത് ദ ക്രോപ്സിന്റെ ഈൽഡ് എന്ന് പറയുന്നത് പ്യുവർ ക്രോപ്പിനെക്കാട്ടും ഹയർ ആയിരിക്കും. നമ്മളിപ്പോ ഷുഗർ കെയിൻ പൊട്ടറ്റോ അത് ഇൻഡിവിജ്വൽ ആയിട്ട് നടുവാണെങ്കിൽ ഷുഗർ കെയിന്റെ ഇൻഡിവിജ്വൽ ഈൽഡും പൊട്ടറ്റോയുടെ ഇൻഡിവിജ്വൽ ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർക്രോപ്പായിട്ട് ചെയ്യുമ്പോൾ ഇന്റർക്രോപ്പിംഗ് ഈൽഡ് ആയിരിക്കും സോൾ ക്രോപ്പിങ്ങിനെക്കാട്ടുള്ള ഈൽഡിനേക്കാൾ കൂടുതലിരിക്കുന്നത്. അതായത് ഒന്ന് ചെയ്യുന്ന വഴി ഈൽഡ് കൂടുകയാണ് ചെയ്യുന്നത് സിനർജറ്റിക് ക്രോപ്പിംഗ് ചെയ്യുന്ന വഴി. ഇത് രണ്ട് രീതിയിലുണ്ട്. അഡിറ്റീവ് ഇന്റർക്രോപ്പിംഗ് രണ്ട് രീതിയിലുണ്ട്, അതായത് അഡിറ്റീവ് സീരീസ് ഇന്റർക്രോപ്പിംഗും ഉണ്ട്, റീപ്ലേസ്മെന്റ് സീരീസ് ഇന്റർക്രോപ്പിംഗും ഉണ്ട്. അഡിറ്റീവ് സീരീസ് ഇന്റർക്രോപ്പിംഗിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് നമ്മൾ ബേസ് ക്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും, അടുത്ത ക്രോപ്പ് ഇന്റർക്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. റീപ്ലേസ്മെന്റ് സീരീസിൽ അങ്ങനത്തെ ഡിഫറൻസ് ഇല്ല, രണ്ടും കമ്പോണന്റ് ക്രോപ്സ് ആയിരിക്കും. അപ്പൊ അഡിറ്റീവ് സീരീസിൽ നമ്മൾ മെയിൻ ക്രോപ്പ് അതായത് ബേസ് ക്രോപ്പിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇന്റർക്രോപ്പ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഇന്റർക്രോപ്പിന് ഒരു നിശ്ചിത പ്ലാന്റ് പോപ്പുലേഷൻ കാണും, അത് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് ആണ് നമ്മൾ നടുന്നത്. അതായത് അഡീഷൻ ഓഫ് ഇന്റർക്രോപ്പ് ടു ദ ബേസ് ക്രോപ്പ്. Here plant population of base crop is same to what recommended in pure stand, whereas intercrop is less than recommended in this actual planting. അതായത് ഇന്റർക്രോപ്പിന് ആക്ച്വൽ ആയിട്ട് ഒരു സ്പേസിങ് റോ ടു റോ പ്ലാന്റ് ടു പ്ലാന്റ് സ്പേസിങ് കാണും, പക്ഷേ നമ്മൾ ആ ഇന്റർക്രോപ്പിന്റെ പ്ലാന്റ് ടു പ്ലാന്റ് റോ ടു റോ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ക്രോപ്പിന്റെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ റീപ്ലേസ്മെന്റ് സീരീസ് ചെയ്യുമ്പം രണ്ടും കമ്പോണന്റ് ക്രോപ്സ് ആണ്. അതായത് കമ്പോണന്റ് ക്രോപ്സിന് പറഞ്ഞിട്ടുള്ള സ്പേസിങ്ങും നമ്മൾ കുറച്ചിട്ടാണ് നടുന്നത്. അതിന്റെ നിശ്ചിത സ്ഥലത്തിൽ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം രണ്ടിന്റെയും സ്പേസ് നമ്മൾ കുറച്ചിട്ട് രണ്ടും കൂടെ ആ നിശ്ചിത ലാൻഡ് ഏരിയയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത പാച്ച് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ക്രോപ്സ് ആർ പ്ലാന്റഡ് ഇൻ പാച്ചസ്. സ്ട്രിപ്പ് ഇന്റർക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ 2 or more crops simultaneously strips. സ്ട്രിപ്പായിട്ട് ഇടുന്നതാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്ത റിലേ ഇന്റർക്രോപ്പിംഗ് ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ റിലേ ക്രോപ്പിംഗ് റിലേ ഇന്റർക്രോപ്പിംഗിന്റെ വേറെ പേരാണ് റിലേ ക്രോപ്പിംഗ്. റിലേ ക്രോപ്പിംഗ് ആണ് റിലേ ഇന്റർക്രോപ്പിംഗ് ഓർ ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. ഇവിടെ എന്ന് പറയുമ്പം നമ്മൾ റിലേ മത്സരം കണ്ടില്ല, അതായത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്രോപ്പ് പ്ലാൻ ചെയ്തു, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് അതിന് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ അടുത്ത ക്രോപ്പ് പ്ലാൻ ചെയ്യും. നമ്മൾ ബാറ്റൺ ട്രാൻസ്ഫർ ചെയ്യുന്നോണം തന്നെ റിലേ മത്സരത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ക്രോപ്പിന്റെ ഹാർവെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത ക്രോപ്പ് അവിടെ സോ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓർ സീക്വൻഷ്യൽ ക്രോപ്പിംഗ് ഓർ നോൺ ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് നട്ടു, അത് ഹാർവെസ്റ്റ് ജസ്റ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ കഴിയുന്ന സ്റ്റേജിൽ തന്നെ നമ്മൾ അടുത്ത ക്രോപ്പ് ഇടും. എക്സാമ്പിൾ നമ്മൾ മെയ്സും പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ചില്ലിയോ അല്ലെങ്കിൽ അടുത്ത പൊട്ടറ്റോ ചില്ലി നമ്മൾ സോ ചെയ്യും. അതാണ് ചെയ്യുന്നത് ഇവിടെ. ഇത് ഓവർലാപ്പ് വരുന്നില്ല, ഒന്ന് കഴിഞ്ഞ്
ഉടനെ തന്നെ അടുത്ത ക്രോപ്പ് ഇടുന്നു. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത 3 ടേംസ് ആണ് ഡബിൾ ഓർ ട്രിപ്പിൾ ഓർ ക്വാഡ്രപ്പിൾ ക്രോപ്പിംഗ്. ഡബിൾ ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ 2 crops in a year in sequence. ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 crops in a year in a sequence. ക്വാഡ്രപ്പിൾ എന്ന് പറയുമ്പോൾ 4 crops year in a sequence. റെട്ടൂൺ ക്രോപ്പിംഗ് അറിയാൻ തന്നെ ഷുഗർക്കെയിൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന റെട്ടൂൺ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ റീഗ്രോത്ത് തന്നെ അടുത്ത വർഷം ഗ്രോ ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ ഉള്ള ക്രോപ്പിംഗ് റെട്ടൂൺ ക്രോപ്പിംഗ്. അടുത്ത നമുക്കറിയാം മൾട്ടി സ്റ്റോറി മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ മെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കോക്കനട്ട് ഹൈ, അതായത് ഡിഫറെന്റ് ടയേഴ്സ് ഓഫ്, ഡിഫറെന്റ് ലെവൽസിലായിരിക്കും, ഡിഫറെന്റ് ടയേഴ്സിലായിരിക്കും നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പം കോക്കനട്ടിന്റെ ഇടയ്ക്ക് കോക്കനട്ട് ആണ് മെയിൻ ഹയർ ലെവൽ, അതിനകത്ത് നമ്മൾ ബ്ലാക്ക് പെപ്പർ ട്രെയിൽ ചെയ്യും. അപ്പൊ അതൊരു ലെവല്. പിന്നെ അടുത്ത തൊട്ട് ലെവലിലേക്കുള്ള കനോപ്പിയാണ് കൊക്കോയുടെ കനോപ്പി എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ നമ്മൾ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്യും. അതായത് നമ്മൾ വെർട്ടിക്കൽ സ്പേസ് മോർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റോറി ഒരു മൾട്ടി ലെവൽ ക്രോപ്പിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കോക്കനട്ട് ടേസ്റ്റ് ആണെങ്കിൽ 8 to 25 years ആണ് ഇന്റർ ക്രോപ്പിംഗിനുള്ള, അതായത് മൾട്ടി ടയർ ക്രോപ്പിംഗ് ഇട്ടിട്ടുള്ള ഏറ്റവും നല്ല പീരീഡ് എന്ന് പറയുന്നത്. കാരണം ആ ടൈമില്, അതായത് 8 വർഷത്തിന് മുന്നേ 25 വർഷത്തിന് ശേഷം, 8 to 25 വർഷത്തിന് ഇടയ്ക്കുള്ള ആ സമയം നമുക്ക് ഇന്റർക്രോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം കോക്കനട്ടിന്റെ ഫോളിയേജ് വളർന്ന് അത് ക്രോപ്പിനെ ബാധിക്കും. അപ്പൊ 8 വർഷത്തിന് മുന്നേയും 25 വർഷത്തിന് ശേഷം. അപ്പൊ ഒരുപാട് സൺലൈറ്റ് സൺലൈറ്റ് ലാൻഡ് എല്ലാം അൺയൂട്ടിലൈസ്ഡ് ആണ്. ആ അൺയൂട്ടിലൈസ്ഡ് ലാൻഡ് സൺലൈറ്റും വാട്ടറും എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ മൾട്ടി സ്റ്റോറി ക്രോപ്പിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു ടേമാണ് പെയർ ആർ യുട്ടീറ ക്രോപ്പിംഗ്. ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് ടൈപ്പ് ഓഫ് റിലേ ക്രോപ്പിംഗ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ലത്തൈറസ് റൈസ് ആണ് ഇതിന്റെ ഇതെന്ന് പറയുന്നത്. ലത്തൈറസ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ റൈസും കൾട്ടിവേറ്റ് ചെയ്യും. അതായത് ഒരു റിലേ ക്രോപ്പിംഗിന്റെ ഒരു ടൈപ്പ് ആണ് പെയർ ആർ യുട്ടീറ ക്രോപ്പിംഗ്. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഏത് ക്രോപ്സ് ആണ് ഇൻവോൾവ്, അതായത് ലത്തൈറസ് ഇൻ റൈസ്, അതാണ് അതിന്റെ ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പേര ആണെങ്കിൽ ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ, പക്ഷേ യുട്ടേറ ആണെങ്കിൽ മധ്യപ്രദേശ് ആണ്. പേര ബീഹാർ, വെസ്റ്റ് ബംഗാൾ, യുട്ടേറ മധ്യപ്രദേശ്, ഇതാണ് ഡിഫറൻസ് പറയുന്നത്. പിന്നെ വേറെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. ഈ വർഷം ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് ഡിഫറൻസ് ക്രോപ്പിംഗ് സിസ്റ്റത്തിലെ എക്സാമ്പിളുകൾ. പാൽ ക്രോപ്പിംഗ് ആണെങ്കിൽ ബ്ലാക്ക് ഗ്രാം ബേസ്, കമ്പൈൻ ആണെങ്കിൽ മസ്റ്റാർഡ് ഓർ പൊട്ടറ്റോ ഓണിയൻ പ്ലസ് ഷുഗർ കെയിൻ. മൾട്ടിസോഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞോളാം ആ എക്സാമ്പിൾ കോക്കനട്ട് എക്സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ ഷുഗർ കെയിൻ പ്ലസ് മസ്റ്റാർഡ് പൊട്ടറ്റോ. സിനർജറ്റിക്കിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, ഷുഗർ കെയിൻ പൊട്ടറ്റോ ആണ്. റിലേ ക്രോപ്പിംഗ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ മൂങ്, മെയ്സ്, പൊട്ടറ്റോ, വീറ്റ്. പേര യുട്ടീറ പറയുന്നത് ലത്തൈറസ് റൈസ്, അത് ഇമ്പോർട്ടന്റ്, ഇതിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. പിന്നെ അടുത്ത മെയിൻ ടോപ്പിക് ആണ് ഇതിൽ സയന്റിസ്റ്റ് ഓർ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദ ഡിഫറെന്റ് ടേംസ് റിലേറ്റഡ് ടു ക്രോപ്പിംഗ് സിസ്റ്റം. ഇതിൽ ചോദിക്കുന്ന പറഞ്ഞാൽ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ് ആണ് മിക്കവാറും ചോദിക്കാറുള്ളത്. ഈ ഒരു ക്രോപ്പിംഗ് സിസ്റ്റം ആയിട്ട് അതിൽ അസോസിയേറ്റഡ് ആരാണെന്ന് ചോദിക്കാം. ബയോഡൈനാമിക് ഫാമിംഗ് ആണെങ്കിൽ റുഡോൾഫ് സ്റ്റെയ്നർ. ഡ്രൈ ഫാമിംഗ് ഇൻ ഇന്ത്യ, ഹു ഇസ് ദ ഓതർ ഓഫ് ഡ്രൈ ഫാമിംഗ് ഇൻ ഇന്ത്യ, ആ ബുക്ക് എഴുതിയത് NV കനീത്കർ ആണ്. പിന്നെ IF ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം കൊണ്ട് അതിന്റെ കോൺസെപ്റ്റ് ആരാ കൊണ്ട് സ്വാമിനാഥൻ. ഇന്റർക്രോപ്പിംഗ് ഉള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന അയ്യർ. ലേസ് അലോ എക്സ്റ്റേണൽ ഇമ്പോർട്ട് സസ്റ്റൈൻ അഗ്രികൾച്ചർ, അത് കൊണ്ടുവന്നത് ആരാണ്? സ്വാമിനാഥൻ. മിക്സഡ് ക്രോപ്പിംഗ് കൊണ്ടുവന്നത് ലാഫ്ലിറ്റ്സ്. നാച്ചുറൽ ഫാമിംഗ് ഫാദർ ആണെന്ന് മസനോബു ഫുക്കൂക്ക. പിന്നെ റിലേ ക്രോപ്പിംഗിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്ന SS ബെയിൻസും. പക്ഷെ റിലേ ക്രോപ്പിംഗ് ടേം കൊണ്ടുവന്നു അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബൽവന്ത് രാജ് ആണ്. അപ്പൊ ഓപ്ഷനിൽ ബൽവന്ത് രാജ് ഇല്ലെങ്കിൽ അത് മാച്ച് ദ ഫോളോയിങ്ങിൽ റിലേ ക്രോപ്പിംഗ് ബെയിൻസും ആണെങ്കിൽ SS ബെയിൻസ്. ആ ടേം കൊണ്ടുവന്ന് കോയിൻ ചെയ്തും ഫൗണ്ട് ചെയ്തും ബൽവന്ത് രാജ് ആണ്. പിന്നെ ഫാദർ ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ നോർഫോർക്ക്. പിന്നെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, അത് സുഭാഷ് പലേക്കർ ഫാമിംഗ് ആണ്, ZBNF എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസ് ഫാമിംഗ് ആരാണെന്ന് വെച്ചാൽ സ്റ്റെവാർഡ്. പിന്നെ ഓർഗാനിക് ഫാം ടേം കോയിൻ ചെയ്ത് നോർത്ത് ബോണും ഫാദർ ഓഫ് ഓർഗാനിക് ഫാമിംഗ് ഡോക്ടർ ഹോവാർഡും ആണ്. ടേം ആണെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ടേം കോയിൻ ചെയ്ത് നോർത്ത് ബോണും ഫാദർ ഓഫ് ഓർഗാനിക് ഫാമിംഗ് ഹോവാർഡും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിലെ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ, ക്രോപ്പിംഗ് ആൻഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.